മെസ്സി കേരളത്തിലെത്തുമെന്ന് ആവർത്തിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. മെസ്സി എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് വി അബ്ദുറഹിമാൻ പറഞ്ഞു. ഇപ്പോഴുള്ളത് അനാവശ്യ ചർച്ചകളാണ്, വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം സ്റ്റേഡിയമാണ് പരിഗണനയിലുള്ളത്. KCA സ്റ്റേഡിയം വിട്ടുനൽകുമോ എന്ന ചോദ്യത്തിന് സ്റ്റേഡിയം സർക്കാരിന്റേതാണെന്നും മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലായിരിക്കും അർജന്റീന ടീം കേരളത്തിലെത്തുകയെന്നും മന്ത്രി പറഞ്ഞു. ഈ കാര്യത്തിൽ ആർക്കൊരു സംശയമാണ്. ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായുള്ള വിവാദമാണ്. മെസ്സിയെ പോലുള്ള ലെജൻഡുകൾ കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ വരും, അതിനാവശ്യമായി കളിക്കാനുള്ള സ്ഥലവും നമുക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും യാതൊരു വിധ ചർച്ചകളുടെ ആവശ്യമില്ല. അത് സമയം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം അവരെത്തും. നിതിൻ സേവർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, മെസ്സി എത്തുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് എത്തും എന്ന് തന്നെയാണോ മന്ത്രിയുടെ ഇപ്പോഴത്തെയും പ്രതികരണം? അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേഡിയമാണ് പരിഗണനയിലുള്ളത്? മെസ്സി തന്നെയാണ് മന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത്. മന്ത്രി പ്രഥമ പരിഗണന നൽകുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടത്തിയില്ലെങ്കിൽ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ നടത്തുമെന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നും അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പ്രഥമ പരിഗണന ഗ്രീൻഫീൽഡിൽ തന്നെ നൽകുന്നു. പക്ഷേ ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോളിന് കളിക്കാൻ വിട്ടു നൽകുമോ KCA എന്ന ചോദ്യത്തിന് എല്ലാം സർക്കാരിന്റെ സ്റ്റേഡിയം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, അതായത് ഈ മന്ത്രി അർജന്റീനയെ ഗ്രീൻഫീൽഡിൽ കളിപ്പിക്കാനിരിക്കുന്ന അതേ സമയം തന്നെയാണ് വനിതാ ഏകദിന ലോകകപ്പ് നടക്കുന്നത്. 2 അല്ലെങ്കിൽ അതിലധികമോ മത്സരങ്ങൾ, വനിതാ ഏകദിന ലോകകപ്പ് മത്സരങ്ങൾ ഗ്രീൻഫീൽഡിൽ നടത്താമെന്നാണ് BCCI എപെക്സ് കമ്മിറ്റി നടത്തിയിരിക്കുന്ന എപെക്സ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ BCCIയുടെ ഈ ഒരുപക്ഷെ ഗ്രൗണ്ടിന്റെ അംഗീകാരം തന്നെ നഷ്ടപ്പെട്ട അന്താരാഷ്ട്ര ടൂർണമെന്റ് ICCയുടെ ടൂർണമെന്റ് ആദ്യമായാണ് ഗ്രീൻഫീൽഡിൽ നടക്കാനിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 8 പിച്ചുകളാണ് നിലവിൽ KCA അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ KCA സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് KCA തന്നെയാണ് ഇത്തരത്തിൽ ഫ്ലഡ് ലൈറ്റുകൾ മെയിൻ്റനൻസ് നടത്തുന്നതും സ്റ്റേഡിയത്തിന്റെ മെയിൻ്റനൻസ്, ഗ്രൗണ്ടിന്റെ മെയിൻ്റനൻസ് നടത്തുന്നതും ഒക്കെ, പിച്ചിന്റെ മെയിൻ്റനൻസും ഒക്കെ KCA തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫുട്ബോൾ മത്സരം നടത്തണമെങ്കിൽ ഇതെല്ലാം തന്നെ അപ്പാടെ ഒഴിവാക്കേണ്ടി വരും. ഈ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് തന്നെ നഷ്ടമാകും, വനിതാ ലോകകപ്പ് തന്നെ ഗ്രൗണ്ടിന് നഷ്ടമാകും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കെ ഈ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തിയാൽ അത് പിന്നീട് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഗ്രീൻഫീൽഡിൽ ലഭിക്കുന്നതിന് വലിയ തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് BCCI KCAക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ പിന്നീട് ക്രിക്കറ്റ് മത്സരങ്ങൾ തിരുവനന്തപുരത്തിന് അല്ലെങ്കിൽ കേരളത്തിന് അനുവദിക്കില്ല എന്നൊരു കാര്യം BCCIയുടെ എപെക്സ് കമ്മിറ്റി മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും കലൂർ സ്റ്റേഡിയത്തിന് സമാനമായ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത്. കലൂർ സ്റ്റേഡിയത്തിന് സുരക്ഷാ വീഴ്ച നേരത്തെ തന്നെ ചർച്ചയായതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ലൈസൻസ് അടക്കം ഇതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്. ഈ സ്റ്റേഡിയത്തിന് ചുറ്റും കടകൾ ഇരിക്കുന്നത് FIFA ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരേ വഴിയിലൂടെ കാണികളും കളിക്കാരും സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നത് FIFA ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ അത്തരം ഒപ്പം തന്നെ സ്റ്റേഡിയത്തിന്റെ വിലക്കുറവും വിലക്ഷയവും വലിയ തോതിൽ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ കാണികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വെട്ടിച്ചുരുക്കലും ഒക്കെ വന്നിരുന്നു. അപ്പോൾ മെസ്സി വന്നാലും ഇവിടെ കളിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. ഗ്രീൻഫീൽഡിൽ കളിപ്പിക്കണമെങ്കിൽ എന്തായാലും ഈ സ്റ്റേഡിയം ഏതായിരിക്കും എന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. പക്ഷേ എങ്കിലും മെസ്സി കേരളത്തിലെത്തും. അത് ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രതികരണം. വിവരങ്ങളാണ് നിതിൻ സേവർ നൽകിയത്.